ഹലോ, ഒരു ഗുഡ് മോർണിംഗ് പറയേ. ഗുഡ് മോർണിംഗ്. നമ്മൾ ഉണ്ണിയായിട്ട് അമ്പലത്തിൽ നിന്ന് വരികയാണ്. ലക്സാ ബേബി നല്ല ഉറക്കാം, നേരം പുലർന്നിട്ട് ഉറങ്ങാണ്. നമ്മൾ അവിടെ ഈ ചുമരൊന്ന് ടൈലൊക്കെ ഇട്ട് ഫുള്ളിട്ടില്ല കേട്ടോ, അവിടെ കിട്ടില്ല. അത് വരെ ചുമരിനൊരു കുഴപ്പമുണ്ടായിരുന്നു. ഇനി നമ്മൾ അവിടെ ഇട്ട് കണ്ട ഇത് വരേക്ക് ഇട്ടു. ഇതെന്താ അവിടെ ഇട്ട് നിങ്ങൾ വിചാരിക്കും. അത് ഞാൻ ഇട്ടുതരാം. നമ്മളെ ചപ്പാത്തിക്ക് പൊടി കുഴച്ച് വെച്ചിരിക്കുന്ന ഒന്നും കൂടി കുഴക്കാണ്ട് മുട്ട റോസ്റ്റ് അടുപ്പത്ത് കാപ്പി നോ സ്റ്റിക്ക് ചപ്പാത്തി ചൂടാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉറങ്ങിയിരിക്കില്ല, സുന്ദരമായിട്ട് ഉറങ്ങിക്കോളൂ. എല്ലാവരും ഉറങ്ങിക്കോളൂ. വീട്ടമ്മമാരൊക്കെ പണീൻ്റെ തകൃതിയിലായിരിക്കും. അപ്പം നമ്മൾ ചപ്പാത്തി കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മുട്ട റോസ്റ്റ് ആയതുകൊണ്ട് പൊടി ഒന്നുകൂടി കുഴക്കാണ്ടായിരുന്നു. അപ്പം ഞാൻ പൊടിയൊക്കെ ഒന്നുകൂടി കുഴച്ച് സെറ്റാക്കി മിനിമം പരിവാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പ്രസ്സിലാണ് ഈ ചപ്പാത്തി ചുടാൻ പോകുന്നത്. ഒരിത്തിരി മെഴുക്ക് കൂട്ടി ഉണ്ടയാക്കി വെച്ചിട്ട് ഉണ്ണിയാറിനൊരു 3 ചപ്പാത്തി, എൻ്റെ മോനൊരു 2 അമ്മായിക്ക് 2 ചുട്ട് വെക്കും. തോന്നിയാൽ തോന്നും 2 അല്ലെങ്കിൽ 1. അങ്ങനെ നമുക്ക് ചപ്പാത്തി ചുടും. 1 മതി, എന്തെങ്കിലും കൂടുതൽ തോന്നൂല. ചപ്പാത്തി തന്നെയാണ്, അതുകൊണ്ടാണ്. വെള്ളപ്പൊക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2 കയറ്റും. എൻ്റെ നേരത്തെ നമ്മൾ ചപ്പാത്തിൻ്റെ ഉണ്ടൊക്കെ ഉണ്ടാക്കുക. എൻ്റെ കുട്ടികൾക്ക് ഉറങ്ങിയിരിക്കും, ഒച്ച ഉണ്ടാക്കട്ടെ, എല്ലാവരും ഉറങ്ങിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഉറങ്ങി എണീച്ചിട്ട് കാണാം. നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ട് നമ്മൾ ഉണ്ണിയേട്ടനൊക്കെ കൊടുക്കാം. അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞത് ആരാണ്? നമ്മൾ ഉണ്ണിയേട്ടനാണ്. ഉണ്ണിയേട്ടൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി കഴിഞ്ഞപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയേണ്ടിട്ട് ആറിനപ്പോൾ പറഞ്ഞു. അപ്പോൾ ഗുഡ് മോർണിംഗ്, ലവ് യു. ചക്കര കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കോളിട്ടാ. നമ്മൾ ചപ്പാത്തി ഇവിടെ ആവുകയാണ്. നമ്മൾ ഉണ്ണിയേട്ടന് കൊടുക്കാം കേട്ടോ. ഇതിൽ ഇന്നലെ മോന് വേവിച്ച ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട്. ലക്സാ ബേബി ഉറങ്ങി നീച്ചോ? എന്റെ കുട്ടി അന്നെ വിളിക്കാൻ വന്നേന് വിളിച്ചോ? 3 കിലോ വിളിക്കാൻ വന്നില്ലേ? 100 ഉറുപ്പ്യക്ക് ഉണ്ണിയേട്ടൻ 3 കിലോന്റെ സൂപ്പും പൊടി കൊണ്ടുവന്നു. അത് ഒന്നിനും പറ്റാത്ത സൂപ്പും പൊടി. വേഗം തിന്ന്. ആ നെല്ലിക്ക ഉപ്പിലിട്ട് ഉപ്പിലിട്ടേക്ക. കുറെ മക്കൾ ഇന്നലെ തുളസിന്റെ പിള്ളേരൊക്കെ വന്നു. നെല്ലിക്ക തന്നെ സ്വർണ്ണിച്ച് നെല്ലിക്ക ഉപ്പിലിട്ട് എന്നിട്ടോ കുഴിമന്തി തിന്നാൻ പോയിട്ട് ഒരു ബ്രോസ്റ്റഡ് കഴിക്കാൻ പോയിട്ട്. ചോറും കറിയുടെ അത്ര ഒന്നും പോകില്ല ബേബി. ഞാൻ ചോറ് തിന്നില്ല, എനിക്ക് ബ്രോസ്റ്റഡ് തിന്നണം. പൈസ മോണയച്ചു തരുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊന്ന് വാങ്ങി തന്നാൽ എന്താണ്? ഉണ്ണിയേട്ടാ, നിങ്ങൾക്കത് മേടിച്ചെന്നാൽ എന്താ? ഉണ്ണിയേട്ടൻ മൊബൈല് നോക്കാം. നമ്മളെ ബ്രോസ്റ്റഡ് കണ്ടുപോകാം. ഇത്ര വലിയ പെട്ടി വേണ്ടിയില്ലേ? കേട്ടാടാ ബർഗർ, എൻ്റെ കുഞ്ഞിന് ബർഗർ. ഇത് കടി കടിച്ചാലോ?
ഹായ് ഹലോ 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 റോസ്റ്റഡ് മയോണൈസ് കുബൂസ്. നമ്മുടെ അമ്മായി ഗാലറിയിൽ ഇരുന്നു. വാടാ. कुछ भी हो सकता है. मुझे लगता है कि नसीम बहुत ही अच्छी बॉलिंग कर रहे हैं. इसमें कोई शक नहीं है कि पाकिस्तान ने मौका गवाया है. आपकी बात से मैं बिल्कुल इत्तेफाक करता हूं. अगर ये 270-75 रन होते तो इंडिया के ऊपर एक വലിയ കഷ്ണാക്കി लेकिन अभी जिस तरह का स्टार्ट इन्हें मिला और अभी रोहित की കടിച്ച് തിന്നടാ. एक और विकेट मिलती है. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഇന്ന് ബ്രോസ്റ്റഡ് കഴിക്കണം ഞാൻ ആഗ്രഹിച്ച്. അപ്പൊ നമ്മളെ കുഞ്ഞു കൊണ്ടു തന്നു. അവനോട് ഞാൻ പറഞ്ഞതാണ് കൊണ്ടു തന്ന്. ഇതാ ഇതിന്റെ ഒരിന്ന് വാങ്ങി തിന്ന് നിൽക്കണ ചക്കൻ കേട്ടോ. പിന്നെ ഒരിക്കലും എല്ലാം ഒന്ന് വേവിച്ച് വെച്ചില്ല. അപ്പം അതെല്ലാം തിന്ന് ഒരു നല്ല റാഹത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ശ്രീവാവി അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞോ? അയ്യോ കുട്ടീൻ്റെ പാത്രം കാര്യമായോ? നമ്മുടെ കാര്യമായല്ലോ. എൻ്റെ കുട്ടികളെ പാത്രമൊക്കെ കാര്യമായി. കുട്ടികളെ ഇവർക്ക് ചിക്കനോടൊരു ഭ്രമ അയക്കണം. അപ്പം ചിക്കൻ വാങ്ങലുണ്ട്, പക്ഷെ ബ്രോസ്റ്റഡ് അങ്ങനെ വാങ്ങലില്ലല്ലോ. അതാണ്. അപ്പം നമ്മളെ വീഡിയോ ഒന്ന് ഇത്രയ്ക്കുള്ളൂ. പിന്നെ ഹാപ്പിയായി, സന്തോഷമായി. ലവ് യു. പണ്ടത്തെ ബ്രോസ്റ്റഡിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന്. നമ്മളെ ഓട്സിലൊക്കെ പൊതിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക വറവ്. ഇതിപ്പോൾ ഓട്സ് ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നണത്. ഒന്നും പറയാൻ പറ്റില്ല. കുട്ട പറഞ്ഞാൽ ചക്കര ദേഷ്യം പിടിക്കും. ഉണ്ടാക്കി കൊണ്ടുവന്ന മാതിരി. അയ്യോ ഫാന് കറങ്ങില്ല. അപ്പം നമുക്ക് ചൂടെടുക്കേണ്ട. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ലവ് യു ഉമ്മ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. നല്ല സ്വപ്നങ്ങൾക്കായി പ്രാർത്ഥിച്ച് ഉറങ്ങിക്കോളും. നല്ല സ്വപ്നങ്ങൾ കണ്ടുണരുക. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നല്ല സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് ചിലപ്പോൾ സുപ്രഭാതത്തിലേക്ക് നിങ്ങൾ ഈ വീഡിയോ കാണാം. അപ്പം നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് എൻ്റെ കുട്ടികളെ ഉറങ്ങി നീച്ചിട്ട് ഒരു സുപ്രഭാതം കൂടി പറഞ്ഞ് ചക്കരമ്മ പഞ്ചാരമ്മ. ബായ് ബായ് പറയടാ. ബായ് പറ. ഒരു ബായ് പറയടാ. ഒരു ബായ് പറയടാ. ഒരു ബായ് പറ. ഒരു ബായ് പറ. ഒരു ബായ് പറ. ഞാനില്ലേ ഇന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നു കഴിഞ്ഞ് ഞാനിവിടെ വന്ന് കിടക്കുമ്പോൾ ഉണ്ണേട്ട ചോറ് കഴിച്ചിട്ട് ഫാന് പറന്നിട്ട് കേക്ക് ഉണ്ടോ? കേക്കോ? ഫാന് പറപ്പിച്ചില്ല. അവിടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാം. സ്പീഡ് കുറച്ച് വന്നതാണ്. നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് അയില മുളകിട്ടതും ചോറും പപ്പടം ചുട്ടതേനെയാ. പപ്പടം നമ്മൾ കാച്ചിയില്ല, അപ്പോൾ ചുട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ണേട്ടൻ ചോറ് തിന്നു കഴിഞ്ഞ് ഞാൻ ഉണ്ണേട്ടൻ ഇവിടെ മൊബൈൽ നോക്കി കിടക്കും. ഉച്ചയ്ക്ക് കിടക്കും, ഞാനും കിടക്കും. ഞാൻ കിടന്ന് മൊബൈൽ നോക്കി ഞാൻ അങ്ങനെ ഉറങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചല്ല ഉണ്ണേട്ടനോടേക്ക് ബ്രോസ്റ്റഡ് കഴിക്കണം നല്ല ആഗ്രഹം അങ്ങനെ വന്നേ. അപ്പോൾ ഞാൻ ഉണ്ണേട്ടൻ്റെ അടുത്തുനിന്ന് ഉണ്ണേട്ടനോട് ഞാൻ പറഞ്ഞു, ഉണ്ണേട്ടാ ബ്രോസ്റ്റഡ് മേടിച്ച് തരുമെന്നൊക്കെ ചോദിക്കുന്ന വീഡിയോ എടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ട, അങ്ങനെ മീൻകറിയും ചോറ് വേണ്ട നല്ലതൊക്കെ പറയട്ടെ നിങ്ങൾ കേൾക്കും. അങ്ങനെ ഉണ്ണേട്ടൻ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഞാൻ മേടിച്ചോട്ടത്. അതിൻ്റെ മുന്നേ എന്നോട് പറഞ്ഞത് എന്താണ്, മോള് ആർക്ക് ബ്രോസ്റ്റഡിൻ്റെ പൈസ കഴിച്ചോന്നില്ല, ഈ കഴിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണേട്ടൊരു കള്ളനാണ്. പിന്നെ നമ്മൾ ശല്യം ചെയ്താലൊക്കെ മേടിച്ചു കേട്ടോ. ശല്യം ചെയ്താലൊന്നുമല്ല, മക്കളൊക്കെ ചെറുതാകുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ പറയും. എന്നാൽ ഓര് പോയി കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പോൾ അതല്ലല്ലോ, ഓരോ ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ മോനോട് ഞാൻ ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് എങ്ങനെ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് വൈകുന്നേരം അതാ രാത്രി ഇപ്പം പോയി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ കഴിച്ച് ഹാപ്പിയായിട്ട് കഴിച്ച്. ഇന്നത്തെ ഫുഡ് ഇതൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണേട്ടനൊരു പീസ് വെച്ചിട്ടുണ്ട്, കുബൂസ് വെച്ചിട്ടുണ്ട്. കുബൂസൊന്നും കഴിക്കില്ല, കുബൂസ് വെച്ചുണ്ട്. പക്ഷേങ്കിലും നമുക്കൊരു കുബൂസ് കഴിച്ചപ്പോൾ തന്നെ മതിയായി. ഞാൻ പറയാം, എന്താ അമ്മേ ഞങ്ങൾ കഴിക്കാഞ്ഞത് തോന്നുന്നു. ഒരു കുബൂസ് വെച്ചപ്പോൾ തന്നെ നമുക്ക് മതിയായി. ഇതൊരു പിന്നെ ഉണ്ണേട്ടന് 2 ചപ്പാത്തിയും ചൂടും, പിന്നെ അതിലെ മുളകിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇത്രയേ ഉള്ളൂ ടാറ്റ ഒക്കെ പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ്. നിങ്ങൾ വിചാരിക്കൂ ഞാൻ ഇത് കഴിച്ചതിൻ്റെ ശേഷം എടുത്ത വീഡിയോ അല്ല കേട്ടോ. കഴിക്കുന്നതിൻ്റെ മുന്നേ ഉണ്ണേട്ടനോട് ചോദിച്ച വീഡിയോ ഒക്കെ ഞാൻ അതിലിടുന്നുണ്ട് കേട്ടോ. ഹായ്. ചക്കര കുഞ്ഞുങ്ങളാണ്. നല്ല സ്വപ്നങ്ങൾക്കായിട്ട് നല്ല സ്വപ്നങ്ങൾ കാണും, നല്ലപോലെ ഉറങ്ങും എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയും പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ നീട്ടുന്നില്ല. ബായ്.
ലവ് യു ഉമ്മ. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കിടക്കാട്ടോ.